ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ചെറിയ സവാള, 10-15 ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ന് വെക്കണമെന്ന് അറിയാമോ? ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെ. ഞാനും ഇതുപോലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെയാണോ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ധാരാളമായിട്ട് ചേർക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു മണവും രുചിയൊക്കെ ഉണ്ടാവുള്ളൂ കറികൾക്ക്. കറിവേപ്പില നല്ല ഫ്രഷായത് ചേർത്ത് കൊടുത്താൽ കറി നല്ല അടിപൊളിയായിരിക്കും. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്നത് വഴച്ചെടുക്കാം. ഇതപ്പോൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. പൊടി മസാലകൾ, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറണ വരെ നമ്മളതങ്ങോട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പൊടി മസാലകളൊക്കെ ചെറു തീയിൽ വെച്ച് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു 10-25 മിനിറ്റൊക്കെ ഇത് നമുക്ക് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഉപ്പ് പിടിക്കും ചിക്കനിലേക്ക്. ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയും ചിക്കൻ പീസസും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ശരിക്കും ആ ചിക്കൻ്റെ പീസസ് മസാലകളിലേക്ക് കോട്ട് ചെയ്യണ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ നമ്മൾ ആ മസാലയിൽ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ ഇരുന്ന് കുക്കാകുമ്പോഴത്തേനും നമുക്ക് ഈ വലിപ്പത്തിലുള്ളൊരു തക്കാളി ഒരെണ്ണം മതി കേട്ടോ. ഞാൻ ചിക്കനിൽ ഒരു തക്കാളി ഉപയോഗിക്കുള്ളൂ. അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു തക്കാളീനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിലൊക്കെ കിടന്ന് മസാല നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പുരണ്ട് കിട്ടും കേട്ടോ. ഇനി നമ്മളൊന്നും കൂടി ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ.
ചിക്കനിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്നുകൂടെ നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് ഒന്നും കൂടി അതിനെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ടോട്ടൽ 20 മിനിറ്റായി. ഇപ്പോൾ തന്നെ ഏകദേശം ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഗ്രേവി നന്നായിട്ട് വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. ആ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും വേണ്ട, ഗ്രേവി ഒന്നും വേണ്ടെന്ന ഉള്ളവർക്ക് ഇതിൽ വെള്ളമേ ചേർക്കാതെ ഡ്രൈ ആയി തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ പക്ഷേ എനിക്ക് ഗ്രേവി വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കൂടി ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും വറ്റിക്കാം, പക്ഷേ എനിക്കിവിടെ ഗ്രേവി അത്യാവശ്യമാണ്, അതുകൊണ്ട് ഈ ഒരു പാകത്തിനാണ് ഞാൻ ഇറക്കാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി മണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല ഗളകളാന്ന് തിളച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ എരോമ എന്ന് പറയുന്നതുണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല അടിപൊളി എരോമയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ ചിക്കൻ കറി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. ഇനി എന്തെന്ന് നോക്കിയിരിക്കണം, നല്ല കുത്തരി ചോറ് അങ്ങോട്ട് എടുക്കുക, ഒരു അച്ചാർ, ഒരു സലാഡ്, എന്നിട്ട് ഈ ചിക്കൻ കറി അങ്ങോട്ട് കോരി ഒഴിച്ച് കുഴച്ച് തിന്നുക. ഓക്കേ, ബായ്.